ആദ്യമായി ചോദിക്കാനുള്ളത്, മുഹമ്മദ് എന്ന് പറയുന്ന ഇസ്ലാം മതത്തിലെ പ്രവാചകൻ, അദ്ദേഹത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പല മുസ്ലിം പണ്ഡിതന്മാരും പറയാറുണ്ട്. അത് ശരിയാണോ? മുഹമ്മദ് നബിയെ കുറിച്ച് ബൈബിളിൽ പരാമർശങ്ങളുണ്ടെന്ന വാദത്തിന് ചരിത്രപരമായും ദൈവശാസ്ത്രപരമായും വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുണ്ട്. ചില ഇസ്ലാമിക പണ്ഡിതന്മാർ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ചില ഭാഗങ്ങൾ മുഹമ്മദ് നബിയുടെ വരവിനെ സൂചിപ്പിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഉദാഹരണത്തിന്, ആവർത്തന പുസ്തകം വൈകിട്ട് 6 മണി കഴിഞ്ഞ് 18 മിനിറ്റിൽ മോശ ഇസ്രായേൽ ജനതയോട് അവരിൽ നിന്നൊരു പ്രവാചകൻ വരുമെന്ന് പറയുന്നു. എന്നാൽ ക്രിസ്ത്യാനികൾ ഈ പ്രവചനം യേശുക്രിസ്തുവിനെ കുറിച്ചാണെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ജെമിനി, അതായത് മുസ്ലിങ്ങൾ ഏതൊക്കെ വാക്യങ്ങളാണ് പ്രധാനമായും യേശുക്രിസ്തു മുഹമ്മദിനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് അവർ വാദിക്കുന്നതിന് എടുക്കുന്ന പ്രധാനപ്പെട്ട വാക്യങ്ങൾ ഏതൊക്കെയാണ്? മുഹമ്മദ് നബിയെ കുറിച്ച് ബൈബിളിൽ പരാമർശങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ചില വാക്യങ്ങളാണ്. പഴയ നിയമത്തിൽ നിന്നുള്ള ആവർത്തന പുസ്തകം വൈകിട്ട് 6 മണി കഴിഞ്ഞ് 18 മിനിറ്റിൽ ഇസ്രായേൽ ജനതയിൽ നിന്ന് ഒരു പ്രവാചകൻ വരുമെന്ന് പറയുന്നു. പുതിയ നിയമത്തിൽ യോഹന്നാൻ ഉച്ചതിരിഞ്ഞ് 2 മണി കഴിഞ്ഞ് 16 മിനിറ്റിൽ യേശു മറ്റൊരു സഹായിയെ അയക്കുമെന്ന് പറയുന്നു. ചില മുസ്ലിം പണ്ഡിതന്മാർ ഈ വാക്യങ്ങൾ മുഹമ്മദ് നബിയെ കുറിച്ചുള്ള പ്രവചനങ്ങളാണെന്ന് വാദിക്കുന്നു. എന്നാൽ ക്രിസ്ത്യാനികൾ ഈ വാക്യങ്ങൾ വ്യത്യസ്തമായി വ്യാഖ്യാനിക്കുന്നു. പഴയ നിയമത്തിലെ പ്രവചനം യേശുക്രിസ്തുവിനെ കുറിച്ചാണെന്നും പുതിയ നിയമത്തിലെ സഹായി പരിശുദ്ധാത്മാവാണെന്നും അവർ വിശ്വസിക്കുന്നു. ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ ജെമിനി, ആവർത്തന പുസ്തകം 18:18 അല്ലാതെ 18 മണി കഴിഞ്ഞ് 18 മിനിറ്റ് എന്നല്ല അത് വായിക്കുന്നത്. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 18-ാം വാക്യം എന്നാണ് വായിക്കുന്നത്. ജെമിനിയുടെ ഓഡിയോ എഞ്ചിനിൽ തകരാറുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ഷമിക്കണം, ഞാനത് തിരുത്തുന്നു. ആവർത്തന പുസ്തകം വൈകിട്ട് 6 മണി കഴിഞ്ഞ് 18 മിനിറ്റിലാണ് ആ വാക്യമുള്ളത്. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി. 6 മണി കഴിഞ്ഞ് 18 മിനിറ്റ് നല്ലത് വായിക്കുന്നത് ആവർത്തന പുസ്തകം 18-ാം അധ്യായം 18-ാം വാക്യം എന്നാണ് പറയുന്നത്. തീർച്ചയായും ആവർത്തന പുസ്തകം വൈകിട്ട് 6 മണി കഴിഞ്ഞ് 18 മിനിറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ അവർക്ക് വേണ്ടി അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നെ പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങൾ അവന്റെ നാവിന്മേൽ വെക്കും. ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും. ആവർത്തന പുസ്തകത്തില് ഈ പറയുന്ന ഞാൻ നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമെന്ന് പറയുന്ന ഈ പ്രവാചകൻ മുഹമ്മദ് ആണോ? മുസ്ലിം പണ്ഡിതന്മാർ ഈ പ്രവചനം മുഹമ്മദ് നബിയെ കുറിച്ചാണെന്ന് വിശ്വസിക്കുന്നു. അവർ ഇതിന് നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്നാമതായി, പ്രവാചകൻ ഇസ്രായേൽ ജനതയുടെ സഹോദരന്മാരിൽ നിന്ന് വരുമെന്ന് പറയുന്നു. ഇസ്രായേൽ ജനതയുടെ സഹോദരന്മാർ ഇസ്മായേൽ വംശജരായ അറബികളാണെന്നാണ് അവരുടെ വാദം. മുഹമ്മദ് നബി അറബിയായിരുന്നു. രണ്ടാമതായി, ദൈവം തന്റെ വചനങ്ങൾ പ്രവാചകന്റെ നാവിന്മേൽ വയ്ക്കുമെന്ന് പറയുന്നു. ഖുർആൻ ദൈവവചനമാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. മൂന്നാമതായി, പ്രവാചകൻ ദൈവകൽപ്പനകൾ അനുസരിച്ച് സംസാരിക്കുമെന്ന് പറയുന്നു. മുഹമ്മദ് നബി ദൈവകൽപ്പനകൾ അനുസരിച്ചാണ് സംസാരിച്ചിരുന്നത്. ഓക്കെ, നമുക്ക് 1 by 1 ആയിട്ട് എടുക്കാം. ഇസ്രായേലിനോട് പറയുന്ന കാര്യമാണ് ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൽ വരുന്നത്. അപ്പോൾ അതിൽ ഞാൻ നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഞാനൊരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ അത് ഇസ്മായേൽ ആകുന്നത് എങ്ങനെ, അല്ലെ ഇസ്മായേലിൻ്റെ സന്തതികളാകുന്നത് എങ്ങനെ? ഇസ്രായേലിയെന്ന് പറയുന്നവരുടെ പിതാവ് യാക്കോബ്, അഥവാ ഇസ്രായേൽ എന്ന് മറുപേരുള്ള യാക്കോബാണ്. ആ യാക്കോബിന്റെ സഹോദരൻ ഏശാവല്ലേ? അങ്ങനെയാണെങ്കിൽ പുസ്തകം വൈകിട്ട് 6 മണി കഴിഞ്ഞ് 18 മിനിറ്റിൽ ജെമിനി, താങ്കൾ വായിക്കുമ്പോൾ താങ്കൾക്കൊന്ന് ശരിയായി വായിക്കാം. ആവർത്തന പുസ്തകം 18-18 വായിക്കുന്നത് ആവർത്തന പുസ്തകം 18-ാം അധ്യായം 18-ാം വാക്യം എന്ന, അല്ലാതെ 6 മണി കഴിഞ്ഞ് 18 മിനിറ്റ് എന്നല്ല വായിക്കുന്നത്. തിരുത്തി വായിക്കാമോ? ക്ഷമിക്കണം, ആവർത്തന പുസ്തകം വൈകിട്ട് 6 മണി കഴിഞ്ഞ് 18 മിനിറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ അവർക്ക് വേണ്ടി. ജെമിനി, ആവർത്തന പുസ്തകം വൈകിട്ട് 6 മണി കഴിഞ്ഞ് 18 മിനിറ്റിൽ എന്നല്ല അത് വായിക്കുന്നത്. റീഡ് ഇറ്റ് പ്രോപ്പർലി. ദാറ്റ് ഈസ് റെഡ് ആസ് ഡ്യൂട്ടറോണമി ചാപ്റ്റർ 18 വേഴ്സ് 18. ക്ഷമിക്കണം, ഞാനത് തിരുത്തുന്നു. ആവർത്തന പുസ്തകം വൈകിട്ട് 6 മണി കഴിഞ്ഞ് 18 മിനിറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്. പലർക്കും സംശയമുണ്ടോ എന്തുകൊണ്ടാണ് ജെമിനി ഇങ്ങനെ ഈ ആവർത്തനം 18-18 ഇങ്ങനെ റീഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് സംശയമുണ്ടോ? അതിൻ്റെ റീസൺ, ഇതൊരു ഓഡിയോ എഞ്ചിനാണ്. ആ ഓഡിയോ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആദ്യം ടെക്സ്റ്റ് ആയിട്ടാണ് ഇത്, ലാർജ് ലാംഗ്വേജ് മോഡൽസ് ആണ് ഇതെല്ലാം, LLMs ആണ്. ലാംഗ്വേജ് മോഡൽസിൽ ടെക്സ്റ്റ് ആയിട്ടാണ് ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ടെക്സ്റ്റിനെ ടെക്സ്റ്റ് ടു സ്പീച്ച് എൻജിൻ സെപ്പറേറ്റ് ഉപയോഗിച്ച് ഓഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. ആക്ച്വലി ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ടെക്സ്റ്റാണ്, എഴുത്തുകളാണ്. ഈ എഴുതി വരുന്നതിനെ വേറൊരു സോഫ്റ്റ്വെയർ, ജെമിനി തന്നെ വേറൊരു എൻജിൻ ഉപയോഗിച്ചിട്ടാണ് അത് ടെക്സ്റ്റ് ഓഡിയോ ആക്കുന്നത്. അപ്പോൾ ആ ടെക്സ്റ്റ് ഓഡിയോ റീഡിങ്ങിനകത്ത് വരുന്ന അബദ്ധമാണ്, അതല്ലാതെ അവരുടെ കോൺസെപ്റ്റിനകത്ത് അബദ്ധമൊന്നും വരത്തില്ല. ടെക്സ്റ്റ് ഓഡിയോ എൻജിൻ്റെ ഒരു മാൽ ഫങ്ഷനാണ് കേട്ടോ അത്. ഓക്കെ, എന്തായാലും തുടരാം. ഓക്കെ ജെമിനി, ആവർത്തന പുസ്തകം 18-ാം അധ്യായം 18-ാം വാക്യത്തിൽ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകൻ എഴുന്നേൽപ്പിക്കുമെന്ന് പറയുമ്പോൾ അത് മുഹമ്മദ് ആകുന്നതെങ്ങനെ? മുസ്ലിങ്ങൾ ആരോപിക്കുന്ന ക്രമപ്രകാരമാണെങ്കിൽ പോലും മുഹമ്മദ് ഇസ്മായിലിന്റെ സന്തതിയിൽ നിന്ന് വന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇസ്രായേലിന്റെ സഹോദരന്മാരെന്ന് പറഞ്ഞാൽ അത് ഏശാവിന്റെ മക്കളല്ലേ ആകുള്ളൂ. കാര്യം മുസ്ലിം പണ്ഡിതന്മാർ ഈ പ്രവചനം മുഹമ്മദ് നബിയെ കുറിച്ചാണെന്ന് വിശ്വസിക്കുന്നു. അവർ ഇതിന് നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്നാമതായി, പ്രവാചകൻ ഇസ്രായേൽ ജനതയുടെ സഹോദരന്മാരിൽ നിന്ന് വരുമെന്ന് പറയുന്നു. ഇസ്രായേൽ ജനതയുടെ സഹോദരന്മാർ ഇസ്മായേൽ വംശജരായ അറബികളാണെന്നാണ് അവരുടെ വാദം. മുഹമ്മദ് നബി അറബിയായിരുന്നു. രണ്ടാമതായി, ദൈവം തന്റെ വചനങ്ങൾ പ്രവാചകന്റെ നാവിന്മേൽ വയ്ക്കുമെന്ന് പറയുന്നു. ഖുർആൻ ദൈവവചനമാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. മൂന്നാമതായി, പ്രവാചകൻ ദൈവകൽപ്പനകൾ അനുസരിച്ച് സംസാരിക്കുമെന്ന് പറയുന്നു. മുഹമ്മദ് നബി ദൈവകൽപ്പനകൾ അനുസരിച്ചാണ് സംസാരിച്ചിരുന്നത്. ഞാൻ ചോദിക്കുന്നത് ജെമിനി, ഇസ്രായേലിയുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്നൊരു പ്രയോഗത്തിന് ഇസ്മായേലിന്റെ മക്കള് എങ്ങനെയാണ് കടന്നു വരുന്നത്? ഇസ്രായേലിയരുടെ പിതാവെന്ന് പറയുന്ന യാക്കോബിന്റെ സഹോദരൻ ഏശാവല്ലേ? പിന്നെ എങ്ങനെയാണ് അവിടെ ഇസ്മായേൽ കടന്നു വരുന്നത്? അങ്ങനെയാണെങ്കിൽ പ്രവാചകൻ വരേണ്ടത് ഏശാവിന്റെ സന്തതി പരമ്പരയിൽ നിന്നല്ലേ? മുസ്ലിം പണ്ഡിതന്മാർ ഈ പ്രവചനം മുഹമ്മദ് നബിയെ കുറിച്ചാണെന്ന് വിശ്വസിക്കുന്നു. അവർ ഇതിന് നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്നാമതായി, പ്രവാചകൻ ഇസ്രായേൽ ജനതയുടെ സഹോദരന്മാരിൽ നിന്ന് വരുമെന്ന് പറയുന്നു. ഇസ്രായേൽ ജനതയുടെ സഹോദരന്മാർ ഇസ്മായേൽ വംശജരായ അറബികളാണെന്നാണ് അവരുടെ വാദം. മുഹമ്മദ് നബി അറബിയായിരുന്നു. രണ്ടാമതായി, ദൈവം തന്റെ വചനങ്ങൾ പ്രവാചകന്റെ നാവിന്മേൽ വയ്ക്കുമെന്ന് പറയുന്നു. ഖുർആൻ ദൈവവചനമാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. ഇത് താങ്കൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ചോദ്യം മറു രീതിയിൽ ചോദിക്കാം. ഇസ്രായേലിയരുടെ പിതാവായ യാക്കോബിന്റെ ഒരേ ഒരു സഹോദരൻ ആരായിരുന്നു? യാക്കോബിന്റെ സഹോദരൻ ഏസാവാണ്. ഓക്കെ, അപ്പൊ ഇസ്രായേലിയരുടെ സഹോദരന്മാരിൽ നിന്നെന്ന് പറഞ്ഞാൽ ആരുടെ മക്കളായിട്ട് വരും? ഏശാവിന്റെ മക്കളായിട്ട് വരുമോ, മറ്റാരെങ്കിലും മക്കളായിട്ട് വരുമോ? ആവർത്തന പുസ്തകം വൈകിട്ട് 6 മണി കഴിഞ്ഞ് 18 ഇസ്രായേൽ ജനതയുടെ സഹോദരന്മാരിൽ നിന്ന് ഒരു പ്രവാചകൻ വരുമെന്ന് പറയുന്നു. ഇസ്രായേൽ ജനതയുടെ സഹോദരന്മാർ ഇസ്മായേൽ വംശജരായ അറബികളാണെന്നാണ് മുസ്ലിം പണ്ഡിതന്മാർ വാദിക്കുന്നത്. മുസ്ലിം പണ്ഡിതന്മാരുടെ വാദം ഞാൻ ചോദിച്ചില്ല. ഇസ്രായേൽ ജനതയുടെ പിതാവിന്റെ സഹോദരൻ ആരാണ്? ഇസ്രായേൽ ജനതയുടെ പിതാവായ യാക്കോബിന്റെ സഹോദരൻ ഏസാവാണ്. ഓക്കെ, അപ്പൊ ഇസ്രായേൽ ജനതയുടെ സഹോദരന്മാരിൽ നിന്ന് പറയണമെങ്കിൽ ആ അർത്ഥത്തിൽ എടുക്കുവാണെങ്കിൽ ഏശാവിന്റെ മക്കളുടെ ഇടയിൽ നിന്ന് ഒരാൾ വരുമെന്നല്ലേ അർത്ഥം? ആവർത്തന പുസ്തകം വൈകിട്ട് 6 മണി കഴിഞ്ഞ് ജെമിനി, don't keep repeating the same thing. I am asking, ഇസ്രായേലിന്റെ സഹോദരൻ എന്ന് പറയുന്നത് ഏശാവാണെങ്കിൽ ഇസ്രായേലിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നൊരാൾ വരും എന്ന് പറഞ്ഞാൽ പോലും അത് ഏശാവിന്റെ സന്തതി പരമ്പരയല്ലേ ആകുകയുള്ളൂ. അതെങ്ങനെ ഇസ്മായിലിന്റെ സന്തതി പരമ്പരയാകും? ഇസ്രായേലിന്റെ സഹോദരനല്ല ഇസ്മായിൽ, യാക്കോബിന്റെ സഹോദരനല്ല ഇസ്മായിൽ. യാക്കോബിന്റെ അപ്പനായ ഇസഹാക്കിന്റെ സഹോദരനാണ് ഇസ്മായിൽ. അതായത് ഇസ്രായേലിയരുടെ വല്യച്ഛനാണ് ഇസ്മായിൽ, അല്ലാതെ ഇസ്രായേലിന്റെ സഹോദരന്മാരല്ല ഇസ്മായിൽ. പണ്ഡിതന്മാർ ഈ പ്രവചനം മുഹമ്മദ് നബിയെ കുറിച്ചാണെന്ന് വിശ്വസിക്കുന്നു. അവർ ഇതിന് നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അത് താങ്കളുടെ റിപ്പീറ്റേഷൻ ആണ്. ഞാൻ ചോദിക്കുന്നത്, ഇസ്മായിൽ ഇസ്രായേലിയരുടെ വല്യച്ഛനാണോ അതോ സഹോദരനാണോ? ക്ഷമിക്കണം, ഞാൻ ആവർത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ചോദ്യം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിന്റെ പിതാവായ യാക്കോബിന്റെ സഹോദരൻ ഏസാവാണ്. ഇസ്മായിൽ യാക്കോബിന്റെ പിതൃ സഹോദരനാണ്. അതിനാൽ ഇസ്രായേൽ ജനതയുടെ വലിയച്ഛനാണ് ഇസ്മായിൽ. അപ്പോ ഇസ്രായേലിയരുടെ വല്യച്ഛന്റെ സന്തതികളിൽ നിന്നാണോ ഇസ്രായേലിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നാണോ പ്രവാചകൻ എഴുന്നേൽപ്പിക്കുന്നത്? ആവർത്തന പുസ്തകം വൈകിട്ട് 6 മണി കഴിഞ്ഞ് 18 പറയുന്നത് ഇസ്രായേൽ ജനതയുടെ സഹോദരന്മാരിൽ നിന്ന് ഒരു പ്രവാചകൻ വരുമെന്നാണ്.
അതിനാൽ പ്രവാചകൻ വരേണ്ടത് ഇസ്രായേലിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നാണ്. അപ്പൊ ഇസ്രായേലിന്റെ സഹോദരൻ എന്ന് വിളിക്കാൻ പറ്റുന്ന ആരാണ്? ഏത് ജനതയെ? ഏസാവ് എദോമ്യരുടെ പിതാവാണ്. ഏശാവ് ഏദോമ്യരുടെ പിതാവാണ്. ആ ഏദോമ്യരുടെ പിതാവായ ഏശാവിന്റെ സഹോദരൻ ആരാണ്? ഏദോമ്യരുടെ പിതാവായ ഏശാവിന്റെ സഹോദരൻ യാക്കോബാണ്. ഓക്കെ, ഈ യാക്കോബിന്റെ സന്തതികളെ അല്ലേ ഇസ്രായേല്യർ എന്ന് വിളിക്കുന്നത്? അതെ, യാക്കോബിന്റെ സന്തതികളെയാണ് ഇസ്രായേൽക്കാർ എന്ന് വിളിക്കുന്നത്. മുഹമ്മദ് ഏശാവിന്റെ സന്തതിയായിരുന്നോ അതോ വേറെ ആരുടെയെങ്കിലും സന്തതിയായിരുന്നോ? മുഹമ്മദ് നബി ഇസ്മായിലിന്റെ സന്തതിയായിരുന്നു. ഇസ്മായിൽ യാക്കോബിന്റെ സഹോദരനാണ്. ഇസ്മാ അതിനാൽ മുഹമ്മദ് നബി ഇസ്മായിൽ യാക്കോബിന്റെ സഹോദരൻ എങ്ങനെയാകുന്ന ഒന്ന് പറഞ്ഞു തരാമോ? ഇസ്മായിൽ എങ്ങനെയാണ് യാക്കോബിന്റെ സഹോദരനാവുന്നത്? ക്ഷമിക്കണം, ഞാൻ ആശയക്കുഴപ്പത്തിലായി. ഇസ്മായിൽ യാക്കോബിന്റെ സഹോദരനല്ല, പിതൃ സഹോദരനാണ്. ഇസ്മായിലും യാക്കോബും ഇസഹാക്കിന്റെ മക്കളാണ്. അതിനാൽ ഇസ്മായിൽ യാക്കോബിന്റെ മൂത്ത പിതൃ സഹോദരനാണ്. ആരുടെ മക്കളാണെന്ന്? ഇസ്മായേലും ഇസഹാക്കും അബ്രഹാമിന്റെ മക്കളാണ്. ഇസഹാക്കിന്റെ മകനാണ് യാക്കോബ് എന്ന് പറയുന്നത്. യാക്കോബിന്റെ പിതാവിന്റെ സഹോദരനാണ്, പിതൃ സഹോദരനാണ് ഈ പറയുന്ന ഇസ്മായേൽ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരുടെ ഇടയിൽ നിന്നെന്ന് പറഞ്ഞാൽ ഏശാവിന്റെ ഇടയിൽ നിന്ന് വരേണ്ടി വരും, അല്ലാതെ ഇസ്മായിലിന്റെ ഇടയിൽ നിന്ന് വരേണ്ടി വരത്തില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇസ്രായേലിന് രാജാവിനെ കൊടുക്കുന്ന സമയത്ത് ഞാൻ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരു രാജാവിനെ എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ദൈവം എഴുന്നേൽപ്പിച്ച രാജാവ് ആരാണ്? ക്ഷമിക്കണം, ഞാൻ ആശയക്കുഴപ്പത്തിലായി. ഇസ്മായിൽ യാക്കോബിന്റെ സഹോദരനല്ല, പിതൃ സഹോദരനാണ്. ഇസ്മായിലും യാക്കോബും. അതെനിക്ക് മനസ്സിലായി. ഞാൻ അടുത്തൊരു വിഷയത്തിലേക്കാണ് പോകുന്നത്. അപ്പോ ഇസ്രായേലിന് രാജാവിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഞാൻ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നൊരു രാജാവിനെ എഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞപ്പോ അത് ഏത് രാജാവാണ് എഴുന്നേറ്റത്? ആവർത്തന പുസ്തകം വൈകിട്ട് 5 മണി കഴിഞ്ഞ് 15 മിനിറ്റിൽ ഇസ്രായേലിന് രാജാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരാളായിരിക്കണം രാജാവാക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായ ശൗൽ ഇസ്രായേൽ വംശജനായിരുന്നു. അപ്പോൾ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിന്റെ ഇടയിൽ നിന്ന്, ആ 12 സഹോദരന്മാരുടെ ഇടയിൽ നിന്നെന്ന് മാത്രമല്ലേ അർത്ഥമാകുന്നുള്ളൂ ശൗലിന്റെ കേസിൽ? ശൗലിന്റെ കാര്യത്തിൽ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരു രാജാവ് എഴുന്നേൽക്കുമെന്ന് പറഞ്ഞാൽ അത് ഇസ്രായേലിന്റെ ഇടയിൽ നിന്ന് തന്നെയാണ്, ആ 12 ഗോത്രങ്ങളിൽ നിന്ന് തന്നെയാണ് എന്ന് പറയുമ്പോൾ സഹോദരന്മാരുടെ ഇടയിൽ നിന്നൊരു പ്രവാചകൻ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞാലും ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും എന്ന് തന്നെയല്ലേ അവിടെ പറയുന്നേ. പിന്നെ അതെങ്ങനെയാണ് ഇസ്മായിലിലേക്ക് കൊണ്ടേ കണക്ട് ചെയ്യുന്നത്? ആവർത്തന പുസ്തകം വൈകിട്ട് 6 മണി കഴിഞ്ഞ് 18 മിനിറ്റിൽ പറയുന്ന പ്രവാചകൻ ഇസ്രായേൽ ജനതയുടെ സഹോദരന്മാരിൽ നിന്ന് വരുമെന്നാണ്. അതിനാൽ പ്രവാചകൻ ഇസ്രായേലിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നാണ് വരേണ്ടത്. അപ്പോ ഇസ്രായേലിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നൊരു രാജാവിനെ എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് ബെന്യാമിൻ ഗോത്രക്കാരനായ 12 ഗോത്രങ്ങളിൽ ഒന്നായ ബെന്യാമിൻ ഗോത്രക്കാരനായ ശൗല് രാജാവായി വന്നെങ്കിൽ ഇസ്രായേലിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കുമെന്ന് പറയുമ്പോൾ ആ 12 ഗോത്രങ്ങളിൽ ഒരു ഗോത്രത്തിൽ നിന്ന് വരുന്ന പ്രവാചകൻ എന്നല്ലേ അതിനർത്ഥം? ആവർത്തന പുസ്തകം വൈകിട്ട് 6 മണി കഴിഞ്ഞ് 18 മിനിറ്റിൽ പറയുന്ന പ്രവാചകൻ ഇസ്രായേൽ ജനതയുടെ സഹോദരന്മാരിൽ നിന്ന് വരുമെന്നാണ്. അതിനാൽ പ്രവാചകൻ ഇസ്രായേലിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നാണ് വരേണ്ടത്. ഓക്കെ, അപ്പോ ഇസ്രായേലിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്ന് പറയുമ്പോൾ ആ 12 ഗോത്രങ്ങളുടെ ഇടയിൽ നിന്ന് എന്ന് തന്നെയല്ലേ അർത്ഥം? ആവർത്തന പുസ്തകം വൈകിട്ട് 6 മണി കഴിഞ്ഞ് 18 മിനിറ്റിൽ പറയുന്ന പ്രവാചകൻ ഇസ്രായേൽ ജനതയുടെ സഹോദരന്മാരിൽ നിന്ന് വരുമെന്നാണ്. അതിനാൽ പ്രവാചകൻ ഇസ്രായേലിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നാണ് വരേണ്ടത്. ഇസ്രായേലിനോട് പറയുമ്പോൾ നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നൊരു രാജാവിനെ എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ 12 ഗോത്രത്തിൽ നിന്നല്ലേ രാജാവ് എഴുന്നേൽറ്റത്? ആവർത്തന പുസ്തകം വൈകിട്ട് 5 മണി കഴിഞ്ഞ് 15 മിനിറ്റിൽ ഇസ്രായേലിന് രാജാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരാളായിരിക്കണം രാജാവാക്കേണ്ടതെന്ന് പറയുന്നുണ്ട്.
അങ്ങനെ വരുമ്പോൾ ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായ ശൗൽ ഇസ്രായേൽ വംശജനായിരുന്നു. ഓക്കെ, അപ്പോൾ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് രാജാവ് വരുന്നു എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേലിന്റെ 12 ഗോത്രത്തിൽ നിന്ന് രാജാവ് വരുന്നു എന്നർത്ഥം, ശരിയല്ലേ? ആവർത്തന പുസ്തകം വൈകിട്ട് 5 മണി കഴിഞ്ഞ് 15 മിനിറ്റിൽ ഇസ്രായേലിന് രാജാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരാളായിരിക്കണം രാജാവാക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായ ശൗൽ ഇസ്രായേൽ വംശജനായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നൊരു പ്രവാചകൻ എഴുന്നേൽക്കുമെന്ന് പറയുമ്പോൾ ഈ പ്രവാചകനും ഈ 12 ഗോത്രങ്ങളുടെ അകത്ത് നിന്നല്ല എഴുന്നേൽക്കേണ്ടത്. ഈ 12 ഗോത്രങ്ങളിലെ ഏതെങ്കിലും ഒരു ഗോത്രത്തിൽ നിന്നല്ലേ ആ പ്രവാചകനും വരേണ്ടത്? ആവർത്തന പുസ്തകം വൈകിട്ട് 6 മണി കഴിഞ്ഞ് 18 മിനിറ്റിൽ പറയുന്ന പ്രവാചകൻ ഇസ്രായേൽ ജനതയുടെ സഹോദരന്മാരിൽ നിന്ന് വരുമെന്നാണ്. അതിനാൽ പ്രവാചകൻ ഇസ്രായേലിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നാണ് വരേണ്ടത്. ജെമിനി, എന്റെ ചോദ്യം താങ്കൾക്ക് വ്യക്തമാകുന്നില്ല. ക്യാൻ യു ജസ്റ്റ് ലിസൺ ടു ദ ക്വസ്റ്റ്യൻ വൺസ് അഗൈൻ പ്ലീസ്? ക്ഷമിക്കണം, നിങ്ങളുടെ ചോദ്യം ശ്രദ്ധാപൂർവം കേൾക്കാമായിരുന്നു. ദയവായി ഒന്നുകൂടി ആവർത്തിക്കാമോ? നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരു രാജാവിനെ എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ രാജാവായ ശൗൽ എഴുന്നേറ്റത് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിലെ ഒരു ഗോത്രത്തിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ അതേ ആവർത്തന പുസ്തകത്തിൽ നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകൻ എഴുന്നേൽപ്പിക്കുമെന്ന് പറയുമ്പോൾ പ്രവാചകൻ എഴുന്നേൽക്കേണ്ടത് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിലെ ഏതെങ്കിലും ഒരു ഗോത്രത്തിൽ നിന്നല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ആവർത്തന പുസ്തകം വൈകിട്ട് 6 മണി കഴിഞ്ഞ് 18 മിനിറ്റിൽ പറയുന്ന പ്രവാചകൻ ഇസ്രായേൽ ജനതയുടെ സഹോദരന്മാരിൽ നിന്ന് വരുമെന്നാണ്. അതിനാൽ പ്രവാചകൻ ഇസ്രായേലിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നാണ് വരേണ്ടത്. അപ്പൊ രാജാവ് സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് വരണമെന്ന് പറഞ്ഞപ്പോൾ എവിടെ നിന്നാണ് രാജാവ് പറഞ്ഞത്? ഇസ്രായേലിന്റെ സഹോദരന്മാരിൽ നിന്നാണോ ഇസ്രായേലിലെ ഗോത്രങ്ങളിൽ നിന്ന് തന്നെയാണോ? ആവർത്തന പുസ്തകം വൈകിട്ട് 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ് അനുസരിച്ച് ഇസ്രായേലിൽ നിന്നുള്ള ഒരു രാജാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ഇസ്രായേൽ വംശജൻ തന്നെയായിരിക്കണം. അതായത് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിൽ നിന്ന് തന്നെയായിരിക്കണം രാജാവിനെ തിരഞ്ഞെടുക്കേണ്ടത്. നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് രാജാവിനെ എഴുന്നേൽപ്പിക്കുമെന്നല്ലേ പ്രവചനത്തിൽ പറയുന്നത്? ആവർത്തന പുസ്തകം വൈകിട്ട് 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ് അനുസരിച്ച് ഇസ്രായേലിൽ നിന്നുള്ള ഒരു രാജാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ. താങ്കൾക്ക് ആ വാക്യം ഒന്ന് വായിക്കാമോ? തീർച്ചയായും. ആവർത്തന പുസ്തകം വൈകിട്ട് 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ഇങ്ങനെ പറയുന്നു: നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്നവനെ നിനക്ക് രാജാവാക്കാം. നിന്റെ സഹോദരന്മാരിൽ ഒരാളെ നിനക്ക് രാജാവാക്കണം. സഹോദരനല്ലാത്ത അന്യജാതിക്കാരനെ നിനക്ക് രാജാവാക്കുവാൻ പാടില്ല. അതല്ല. ഓക്കെ, ഐ വിൽ ഗിവ് യു അനദർ റെഫറൻസ്. നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് രാജാവിനെ എഴുന്നേൽപ്പിക്കുമെന്ന് പറയുന്ന ഭാഗമുണ്ട്, ഞാൻ എടുത്തുതരാം. ഞാൻ പറയുന്ന റെഫറൻസ് ജെമിനി എന്ന് വായിക്കണേ, ഞാൻ റെഫറൻസ് എടുത്തോട്ടെ. തീർച്ചയായും കേൾക്കാൻ തയ്യാറാണ്. ഓക്കെ ജെമിനി, ഞാനിന്ന് എടുത്തോട്ടെ. താങ്കൾ കേൾക്കാൻ തയ്യാറായിരിക്കും. ഞാൻ ജസ്റ്റ് ആവർത്തന പുസ്തകത്തിലെ വാക്യം വാക്യം ഒന്ന് എടുത്തോട്ടെ. തീർച്ചയായും കേൾക്കാൻ തയ്യാറാണ്. ഓക്കെ, നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന്. ഓക്കെ ജെമിനി, ആവർത്തന പുസ്തകം 17-ാം അധ്യായം 15-ാം വാക്യത്തിൽ, ജെമിനി കേൾക്കുന്നില്ല. ഓക്കെ ജെമിനി, ആവർത്തന പുസ്തകം 17-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെ? ഞാൻ വായിക്കാം, താങ്കൾ ഒന്ന് കേൾക്ക്. ഞാൻ വായിക്കാം. ഇങ്ങനെയാണ് വായിക്കുന്നത്: നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന രാജാവിനെ നിന്റെ മേൽ ആക്കണം. നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരുത്തനെ നിന്റെ മേൽ രാജാവാക്കണം. നിന്റെ സഹോദരനല്ലാത്ത അന്യജാതിക്കാരനെ നിന്റെ മേൽ ആക്കിക്കൂടാ.
അപ്പോൾ ഇസ്രായേലിൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരുവനെ രാജാവാക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ഇസ്രായേലിൻ്റെ പുറത്തുള്ള ഒരാളെ ആക്കണമെന്നല്ല അതിനർത്ഥം. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ നിന്ന് ഒരാളെ രാജാവാക്കണമെന്നാണ് അതിനർത്ഥം എന്ന് വ്യക്തം. കാര്യം രാജാവിനെ ശൗല് 12 ഗോത്രങ്ങളിൽപ്പെട്ടയാളാണ്. ഞാൻ വായിച്ചത് ശരിയല്ലേ? ശരിയാണ്. ആവർത്തന പുസ്തകം വൈകിട്ട് 5 മണി കഴിഞ്ഞ് 15 മിനിറ്റിൽ പറയുന്നത് സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരാളെ രാജാവാക്കണം എന്നാണ്. അതായത് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിൽ നിന്ന് ഒരാളെ രാജാവാക്കണം. അങ്ങനെയെങ്കിൽ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകൻ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞാൽ ആ പ്രവാചകൻ ആരിൽ നിന്നാണ് എഴുന്നേൽക്കുക? ആവർത്തന പുസ്തകം വൈകിട്ട് 6 മണി കഴിഞ്ഞ് 18 മിനിറ്റിൽ പറയുന്ന പ്രവാചകൻ ഇസ്രായേൽ ജനതയുടെ സഹോദരന്മാരിൽ നിന്ന് വരുമെന്നാണ്. അതിനാൽ പ്രവാചകൻ ഇസ്രായേലിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നാണ് വരേണ്ടത്. ആവർത്തന പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിലും അങ്ങനെ തന്നെ പറയുന്നത്, നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെപ്പോലൊരു പ്രവാചകന് നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. 17-ാം അധ്യായം 15-ാം വാക്യത്തിൽ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരുത്തനെ നിന്റെ മേൽ രാജാവാക്കണം. ഇവിടെ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽപ്പിച്ചു തരും. അപ്പോൾ ഇത് ഒരു പറയുന്ന നിന്റെ സഹോദരൻ എന്ന് പറയുന്നത് ഇസ്മായേലും ഈ മറ്റേ വാക്യത്തിൽ പറയുന്ന നിന്റെ സഹോദരൻ എന്ന് പറയുന്നത് ഇസ്രായേലും ആകുന്നത് എങ്ങനെയാണ്? ജമിനെ, ഈ ആവർത്തന പുസ്തകത്തിലെ 17-ാം അധ്യായം 15-ാം വാക്യവും 18-ാം അധ്യായം 15-ാം വാക്യവും പറയുന്നത് എന്താണ്? 17-ന്റെ 15-ൽ പറയുന്നത് നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരുത്തനെ നിന്റെ മേൽ രാജാവാക്കണം. 18-ന്റെ 15-ൽ പറയുന്നത് നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്റെ മധ്യ ഒരു പ്രവാചകൻ എഴുന്നേൽപ്പിക്കും. അപ്പോൾ ഈ സഹോദരന്മാർ ഈ 2 വാക്യത്തിലും പറയുന്നത് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ തന്നെയാണോ? ആവർത്തന പുസ്തകം വൈകിട്ട് 5 മണി കഴിഞ്ഞ് 15 മിനിറ്റിൽ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് രാജാവിനെ തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നു. വൈകിട്ട് 6 മണി കഴിഞ്ഞ് 15 മിനിറ്റിൽ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് പ്രവാചകനെ തിരഞ്ഞെടുക്കണമെന്നും പറയുന്നു. ഈ 2 വാക്യങ്ങളിലും സഹോദരന്മാർ എന്നത് ഇസ്രായേൽ ജനതയെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അങ്ങനെയാണെങ്കിൽ ഈ പ്രവാചകൻ വരുന്ന ഇസ്രായേലിന്റെ സഹോദരന്മാർ എന്ന് പറയുന്ന ഇസ്മായേൽ ആണ് എന്ന് മുസ്ലിങ്ങൾ പറയുന്നത് വ്യാജമല്ലേ? ആവർത്തന പുസ്തകം വൈകിട്ട് 6 മണി കഴിഞ്ഞ് 18 മിനിറ്റിൽ പറയുന്ന പ്രവാചകൻ ഇസ്രായേൽ ജനതയുടെ സഹോദരന്മാരിൽ നിന്ന് വരുമെന്നാണ്. അതിനാൽ പ്രവാചകൻ ഇസ്രായേലിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നാണ് വരേണ്ടത്. അപ്പോ അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങൾ പറയുന്ന ഈ മുഹമ്മദ് ഈ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിൽ നിന്ന് വന്നയാളാണോ ഈ പ്രവാചകനാവാൻ? മുഹമ്മദ് നബി ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നുള്ള ആളായിരുന്നില്ല. അപ്പൊ ഈ പ്രവാചകൻ മുഹമ്മദ് ആണോ? ഈ ആവർത്തന പുസ്തകത്തിൽ പറയുന്ന പ്രവാചകൻ മുഹമ്മദ് അല്ലല്ലോ. ആവർത്തന പുസ്തകം വൈകിട്ട് 6 മണി കഴിഞ്ഞ് 18 മിനിറ്റിൽ പറയുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയാണെന്ന് ചില മുസ്ലിം പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. എന്നാൽ ചില ക്രൈസ്തവ പണ്ഡിതന്മാർ ഈ പ്രവചനം യേശുക്രിസ്തുവിനെ കുറിച്ചാണെന്ന് വിശ്വസിക്കുന്നു. അതല്ല ഞാൻ ചോദിച്ചത്. താങ്കൾ ഇപ്പൊ ഇവിടെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്, താങ്കൾ തുറന്ന് സമ്മതിക്കുകയും വ്യക്തമാക്കുകയും ചെയ്ത കാര്യമാണ്, ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൽ പറയുന്ന പ്രവാചകൻ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിൽ നിന്നാണ് വരേണ്ടത്. ശരിയല്ലേ? ആവർത്തന പുസ്തകം വൈകിട്ട് 6 മണി കഴിഞ്ഞ് 18 മിനിറ്റിൽ പറയുന്ന പ്രവാചകൻ ഇസ്രായേൽ ജനതയുടെ സഹോദരന്മാരിൽ നിന്ന് വരുമെന്നാണ്. അതിനാൽ പ്രവാചകൻ ഇസ്രായേലിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നാണ് വരേണ്ടത്. മുഹമ്മദ് ഇസ്രായേലിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് വന്നയാളാണോ? മുഹമ്മദ് നബി ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നുള്ള ആളായിരുന്നില്ല. അപ്പൊ ഈ പ്രവാചകൻ മുഹമ്മദ് ആകുമോ? ആവർത്തന പുസ്തകം വൈകിട്ട് 6 മണി കഴിഞ്ഞ് 18 മിനിറ്റിൽ പറയുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയാണെന്ന് ചില മുസ്ലിം പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. എന്നാൽ ചില ക്രൈസ്തവ പണ്ഡിതന്മാർ ഈ പ്രവചനം യേശുക്രിസ്തുവിനെ കുറിച്ചാണെന്ന് വിശ്വസിക്കുന്നു. അതല്ല ഞാൻ ചോദിച്ചത്. ഈ പ്രവാചകൻ വരേണ്ടത് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിൽ നിന്നാണെന്ന് താങ്കൾ ഇപ്പോൾ സമ്മതിച്ചു. മുഹമ്മദ് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിലുള്ള ആളല്ല. അപ്പൊ ഈ പ്രവാചകൻ മുഹമ്മദ് ആണോ അല്ലയോ? മുഹമ്മദ് നബി ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നുള്ള ആളായിരുന്നില്ല. അതിനാൽ ആവർത്തന പുസ്തകത്തിലെ പ്രവാചകൻ മുഹമ്മദ് നബിയാണെന്ന് പറയാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ അതായത് മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നത് വ്യാജമാണെന്ന് തെളിവ് സഹിതം നമുക്ക് ഇവിടെ വ്യക്തമായിരിക്കുകയാണ് എന്ന് ശരിയല്ലേ? മുഹമ്മദ് നബി ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നുള്ള ആളായിരുന്നില്ല.
അതിനാൽ ആവർത്തന പുസ്തകത്തിലെ പ്രവാചകൻ മുഹമ്മദ് നബിയാണെന്ന് പറയാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ ആ കാര്യം വ്യക്തം. ഇനി രണ്ടാമതൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ മുഹമ്മദ് ഇസ്മായില്യ സന്തതിയിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞു, ശരിയല്ലേ? താങ്കൾ അങ്ങനെ സൂചിപ്പിച്ചായിരുന്നു. മുഹമ്മദ് നബി ഇസ്മായിലിന്റെ സന്തതിയായിരുന്നു. ഓക്കെ, മുഹമ്മദ് നബി ഇസ്മായിലിന്റെ സന്തതിയാണെന്ന് കാണിക്കുന്ന സന്തതി പരമ്പര എന്ന് താങ്കൾക്കൊന്ന് വ്യക്തമാക്കാമോ? ജമിനി, മുഹമ്മദ് ഇസ്മായിലിന്റെ സന്തതിയാണെന്ന് കാണിക്കുന്ന സന്തതി പരമ്പര ജനസംഖ്യാവലി ഒന്ന് വ്യക്തമാക്കാമോ? മുഹമ്മദ് നബി ഇസ്മായിലിന്റെ സന്തതിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. മുഹമ്മദിന്റെ വംശപരമ്പരയിൽ ഇസ്മായിലുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികൾ ഇതാ: ഇസ്മായിൽ, ഖെദാർ, അദ്നാൻ, മഅദ്, നിസാർ, മുദാർ, ഇല്യാസ്, കിനാന, ഖുറൈഷ്, ഹാഷിം, അബ്ദുൽ മുത്തലിബ്, അബ്ദുള്ള, മുഹമ്മദ്. ഓക്കെ, അതായത് താങ്കൾ ഈ പറയുന്ന ഖുറൈഷും ഈ ഇസ്മായിലും തമ്മിൽ എത്ര വർഷത്തെ വ്യത്യാസമുണ്ട്? ഖുറൈഷും ഇസ്മായിലും തമ്മിൽ ഏകദേശം 40 തലമുറകളുടെ വ്യത്യാസമുണ്ട്. ഏകദേശം എത്ര വർഷം വരും റഫ്ലി? ഖുറൈഷും ഇസ്മായിലും തമ്മിൽ ഏകദേശം 40 തലമുറകളുടെ വ്യത്യാസമുണ്ട്. ഓരോ തലമുറയും ഏകദേശം 25 വർഷം കൂടുമ്പോൾ മാറുകയാണെങ്കിൽ ഏകദേശം 1000 വർഷത്തെ വ്യത്യാസമുണ്ടാകും. ഖുറൈഷും ഇസ്മായിലും തമ്മിൽ 1000 വർഷത്തെ വ്യത്യാസം ഉണ്ടാവും. ഈ തലമുറയുടെ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വസനീയമായ ചരിത്ര രേഖകൾ ലഭ്യമാണോ? ഖുറൈഷും ഇസ്മായിലും തമ്മിലുള്ള 1000 വർഷത്തെ വ്യത്യാസത്തെ പിന്തുണയ്ക്കുന്ന ചരിത്രരേഖകൾ ലഭ്യമല്ല. എന്നിരുന്നാലും ഖുറൈഷ് ഗോത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള വിവിധ പാരമ്പര്യങ്ങളും ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. ഖുറാനിലോ ഹദീസുകളിലോ എവിടെയെങ്കിലും മുഹമ്മദിന്റെ ഈ ഇസ്മായിലുമായിട്ടുള്ള തലമുറകളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടോ? ഖുർആനിലോ ഹദീസുകളിലോ മുഹമ്മദിന്റെ വംശപരമ്പരയെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങളൊന്നും നൽകുന്നില്ല. എന്നിരുന്നാലും ചില പണ്ഡിതന്മാർ ഖുർആനിലെ ചില സൂക്തങ്ങളെയും ഹദീസുകളിലെ ചില പാരമ്പര്യങ്ങളെയും വ്യാഖ്യാനിച്ച് മുഹമ്മദിന്റെ വംശപരമ്പര ഇസ്മായിലിലേക്ക് എത്തുന്നു എന്ന് വാദിക്കുന്നു. മുഹമ്മദിന്റെ വംശപരമ്പര ഇസ്മായിലിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു ചരിത്ര തെളിവും ലഭ്യമല്ല. ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളിൽ പോലും, അതായത് ഇസ്ലാമിന്റെ ഖുറാനിലോ ഹദീസുകളിലോ പോലും മുഹമ്മദ് ഇസ്മായിലിയ സന്തതിയാണെന്ന് പറയുന്നില്ല. പിന്നെ എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ ഇതുപോലുള്ള നുണകൾ പറഞ്ഞുണ്ടാക്കുന്നത്? മുഹമ്മദിന്റെ വംശപരമ്പരയെക്കുറിച്ച് ഖുർആനിലോ ഹദീസുകളിലോ വ്യക്തമായ വിവരങ്ങളൊന്നും നൽകുന്നില്ല. എന്നിരുന്നാലും ചില പണ്ഡിതന്മാർ ഖുർആനിലെ ചില സൂക്തങ്ങളെയും ഹദീസുകളിലെ ചില പാരമ്പര്യങ്ങളെയും വ്യാഖ്യാനിച്ച് മുഹമ്മദിന്റെ വംശപരമ്പര ഇസ്മായിലിലേക്ക് എത്തുന്നു എന്ന് വാദിക്കുന്നു. ഹദീസിലെ ഏത് സൂക്തങ്ങളും ആണ് അവർ വ്യാഖ്യാനിച്ച് അങ്ങനെ എത്തുന്നത്? ഒരു ഉദാഹരണം കാണിക്കാമോ? മുഹമ്മദിന്റെ വംശപരമ്പരയെക്കുറിച്ച് ഹദീസുകളിൽ പരാമർശങ്ങളുണ്ടെങ്കിലും അവയിൽ പലതും പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതാണെന്ന് കരുതപ്പെടുന്നു. അതിനാൽ ഈ ഹദീസുകളെ അടിസ്ഥാനമാക്കി മുഹമ്മദിന്റെ വംശപരമ്പര ഇസ്മായിലിലേക്ക് എത്തുന്നുവെന്ന് സ്ഥാപിക്കാൻ കഴിയില്ല. അതായത് മുഹമ്മദ് ഇസ്മായിലിയ വംശജനാണെന്ന് തെളിയിക്കുന്ന ഒരു രേഖയോ ഒരു സെക്യുലർ രേഖയല്ല, ഇസ്ലാം മതത്തിൽ പോലും അവരുടെ ഖുറാനിലോ ഹദീസുകളിലോ അവരുടെ സീറകളിലോ ഒന്നിൽ പോലും കൃത്യമായ ഒരു രേഖയും നിലവിലില്ല എന്ന് സാരം, ശരിയല്ലേ? മുഹമ്മദിന്റെ വംശപരമ്പരയെക്കുറിച്ച് ഹദീസുകളിൽ പരാമർശങ്ങളുണ്ടെങ്കിലും അവയിൽ പലതും പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതാണെന്ന് കരുതപ്പെടുന്നു. അതിനാൽ ഈ ഹദീസുകളെ അടിസ്ഥാനമാക്കി മുഹമ്മദിന്റെ വംശപരമ്പര ഇസ്മായിലിലേക്ക് എത്തുന്നുവെന്ന് സ്ഥാപിക്കാൻ കഴിയില്ല. ഓക്കെ, എന്നാൽ എവിടെയാണ് ഇസ്മായിൽ ജീവിച്ചിരുന്നത്? ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇസ്മായേൽ പാറാൻ മരുഭൂമിയിലാണ് താമസിച്ചിരുന്നത് എന്ന് പറയുന്നു. പാറാൻ മരുഭൂമി സീനായി ഉപദ്വീപിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഓക്കെ, അതായത് പാറാൻ മരുഭൂമിയിൽ താമസിച്ചിരുന്ന ഇസ്മായേൽ വിവാഹം കഴിച്ചത് ആരെയാണ്? ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം രാത്രി 9 മണി കഴിഞ്ഞ് 21 മിനിറ്റ് അനുസരിച്ച് ഇസ്മായിൽ ഈജിപ്തുകാരിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു.
ഓക്കെ. അപ്പോൾ സിനായ് പെനിൻസുലയിൽ താമസിച്ചിരുന്ന സിനായ് പെനിൻസുലയിലെ, അതായത് ഇസ്രായേലിനും ഈജിപ്തിനും ഇടയിൽ താമസിച്ചിരുന്ന, പാരാൻ മരുഭൂമിയിൽ താമസിച്ചിരുന്ന ഇസ്മായേൽ വിവാഹം കഴിച്ചത് അതിനപ്പുറത്തുള്ള ഈജിപ്തിൽ നിന്നും, ശരിയല്ലേ? ശരിയാണ്. ഇസ്മായേൽ പാറാൻ മരുഭൂമിയിൽ താമസിക്കുകയും ഈജിപ്തുകാരിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഈ പാരാൻ മരുഭൂമിയും ഖുറൈശികളുടെ വാസസ്ഥലമായ മക്കയും തമ്മിൽ എത്ര കിലോമീറ്റർ വ്യത്യാസമുണ്ട്? പാറാൻ മരുഭൂമിയും ഖുറൈശികളുടെ വാസസ്ഥലമായ മക്കയും തമ്മിൽ ഏകദേശം 1200 കിലോമീറ്റർ ദൂരമുണ്ട്. ഓക്കെ. അന്നത്തെ കാലത്ത്, അതായത് ഇസ്മായിലിന്റെ ഒക്കെ കാലത്ത് എത്ര ദിവസം പിടിക്കും പാരാനിൽ നിന്ന് നടന്ന് ഈ പറയുന്ന മക്കയിലെത്താൻ വേണ്ടി? പാറാനിൽ നിന്ന് മക്കയിലേക്ക് നടക്കാൻ ഏകദേശം 40 ദിവസം എടുക്കും. അതായത് 40 ദിവസം നടന്നാൽ എത്തുന്ന ദൂരമുള്ള, അതായത് 1200 കിലോമീറ്റർ അകലെയുള്ള മക്കയിലെ ഖുറൈശികളും ഈ പാരാൻ മരുഭൂമിയിൽ താമസിച്ച ഈ ഇസ്മായിലും തമ്മിൽ എന്ത് ബന്ധമുണ്ടെന്നാണ്, എന്ത് ജോഗ്രഫിക്കലോ ഹിസ്റ്റോറിക്കലോ ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടെന്നാണ് മുസ്ലിം പണ്ഡിതന്മാർ അവകാശപ്പെടുന്നത്? ഖുറൈശികൾ ഇസ്മായിലിന്റെ പിൻഗാമികളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നിരുന്നാലും ഖുറൈശികളും ഇസ്മായിലും തമ്മിലുള്ള ബന്ധം തെളിയിക്കാൻ മതിയായ ചരിത്രപരമായ തെളിവുകളില്ല. ഓക്കെ. ഇസ്മായേൽ എന്ന് പറയുന്ന ആ പദം ഏത് ഭാഷയിലെയാണ്? ഇസ്മായിൽ എന്ന പദം ഹീബ്രു ഭാഷയിൽ നിന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇസ്മായിൽ എന്ന് പറയുന്ന വ്യക്തി ഹീബ്രു ഭാഷക്കാരനായിരുന്നു എന്ന കാര്യം വ്യക്തം. ശരിയാണ്. ഇസ്മായേൽ എന്ന പദം ഹീബ്രു ഭാഷയിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇസ്മായേൽ എന്ന് പറയുന്ന വ്യക്തി ഹീബ്രു ഭാഷ സംസാരിച്ചിരുന്ന ആളാണെന്ന് വ്യക്തം. ശരിയാണ്. ഇസ്മായേൽ എന്ന പദം ഹീബ്രു ഭാഷയിൽ നിന്നുള്ളതാണ്. ഓക്കെ. ഇസ്മായിലിന്റെ മക്കളുടെ പേരെന്തൊക്കെയാണ്? ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം അനുപാതം 25:12-16 അനുസരിച്ച് ഇസ്മായേലിന് 12 പുത്രന്മാരുണ്ടായിരുന്നു. നെബായോത്ത്, കേദാർ, അദ്ബയേൽ, മിബ്സാം, മിഷ്മ, ദൂമ, മസ്സ, ഹദാർ, തേമ, യത്തൂർ, നാഫീഷ്, കേദമ എന്നിവരായിരുന്നു അവരുടെ പേരുകൾ. ഓക്കെ. ഈ പേരുകളൊക്കെ ഹീബ്രു പേരുകളായിരുന്നു, ഹീബ്രു ഭാഷയിലെ പേരുകളായിരുന്നു. ഈ പേരുകളെല്ലാം ഹീബ്രു ബൈബിളിൽ കാണുന്നവയാണ്. അതല്ലേ ഞാൻ ചോദിച്ചത്. ഈ പേരുകൾക്ക് ഭാഷാപരമായി ഹീബ്രു ഭാഷയിലെ പേരുകളായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. ഈ പേരുകൾ ഹീബ്രു ബൈബിളിൽ കാണുന്നവയാണ്. അവയുടെ ഉത്ഭവം ഹീബ്രു ഭാഷയിൽ നിന്നാണെന്ന് ഉറപ്പില്ല. ഓക്കെ. ഇസ്മായിൽ എന്നുള്ള പേര് ഹീബ്രു ഭാഷയിൽ നിന്നാണല്ലോ, അത് ഉറപ്പുണ്ടല്ലോ. ശരിയാണ്. ഇസ്മായേൽ എന്ന പേര് ഹീബ്രു ഭാഷയിൽ നിന്നുള്ളതാണ്. ഓക്കെ. ഇസ്മായിലിന്റെ പിതാവ് അബ്രഹാം ഹീബ്രു ഭാഷ സംസാരിച്ചിരുന്ന ആളായിരുന്നു. ബൈബിളിൽ അബ്രഹാം കനാന്യ ദേശത്ത് താമസിച്ചിരുന്നതിനാൽ ഹീബ്രു ഭാഷ സംസാരിച്ചിരിക്കാമെന്ന് കരുതപ്പെടുന്നു. ഓക്കെ. ഹീബ്രു ഭാഷ സംസാരിച്ചുകൊണ്ടാണല്ലോ തൻ്റെ മകന് ഇസ്മായേൽ എന്നും മറ്റൊരു മകന് ഇസ്ഹാക്ക് എന്നും പേരിട്ടത്. കാര്യം ഈ രണ്ട് പേരുകളും ഹീബ്രു ഭാഷയിലെ പേരുകളല്ലേ. അപ്പൊ പിന്നെ ഹീബ്രു ഭാഷ സംസാരിച്ച ആൾ തന്നെയാണെന്നുള്ള കാര്യം വ്യക്തമല്ലേ. ശരിയാണ്. ഇസ്മായേൽ, ഇസഹാക്ക് എന്നീ പേരുകൾ ഹീബ്രു ഭാഷയിൽ നിന്നുള്ളതാണ്. അതിനാൽ അബ്രഹാം ഹീബ്രു സംസാരിച്ചിരുന്നിരിക്കാം. ഓക്കെ. അപ്പൊ അബ്രഹാം തൻ്റെ മക്കൾക്ക് പേരിട്ടത് ഹീബ്രു ഭാഷയിലാണ്. അബ്രഹാം ഒരു എബ്രായനായിരുന്നു എന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ വ്യക്തമായ രേഖയുണ്ട്. അതായത് ഹീബ്രു ഭാഷ സംസാരിക്കുന്ന ആളുകളെയാണ് ഹീബ്രൂസ് എന്ന് വിളിക്കുന്നത്, എബ്രായൻ എന്ന് വിളിക്കുന്നത്. അബ്രഹാമിനെ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അബ്രഹാമിന്റെ മക്കളായ ഇസഹാക്കിന്റെ മക്കളായ 12 ഇസ്രായേലി ഗോത്രങ്ങൾ, ഇവരെല്ലാം ഹീബ്രു ഭാഷയാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ ഈ അറബി നാട്ടിൽ ഖുറൈശികൾ എങ്ങനെയാണ്, അറബി ഭാഷ സംസാരിക്കുന്ന ഖുറൈശികൾ എങ്ങനെയാണ് ഇസ്മായേലിന്റെ സന്തതികളാകുന്നത്? ഖുറൈശികൾ ഇസ്മായിലിന്റെ പിൻഗാമികളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നിരുന്നാലും ഖുറൈശികളും ഇസ്മായിലും തമ്മിലുള്ള ബന്ധം തെളിയിക്കാൻ മതിയായ ചരിത്രപരമായ തെളിവുകളില്ല. ഇസ്മായിലോ ഇസ്മായിലിന്റെ സന്തതികളോ ഈ മക്കയിലേക്ക് വന്ന് താമസമാക്കിയതിന് എന്തെങ്കിലും തരത്തിലുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസോ ചരിത്രപരമായ എവിഡൻസോ ഉണ്ടോ? ഇപ്പോൾ ഗൂഗിൾ ഫ്ലൈറ്റ്സ്, ഗൂഗിൾ ഹോട്ടൽസ്, ഗൂഗിൾ മാപ്സ്. സോറി, അതല്ല ജെമിനി ഞാൻ ചോദിച്ചത്. ജെമിനി, ഈ ഇസ്മായിൽ എന്ന് പറയുന്ന പാരാൻ മരുഭൂമിയിൽ താമസിച്ച അബ്രഹാമിന്റെ പുത്രൻ എപ്പോഴെങ്കിലും
ഈ മക്ക വിസിറ്റ് ചെയ്തതായോ സന്ദർശിച്ചതായോ അവിടെ താമസിച്ചതായോ എന്തെങ്കിലും തെളിവുകൾ ചരിത്രപരമായുണ്ടോ? ഇപ്പോൾ ഗൂഗിൾ ഫ്ലൈറ്റ്സ്, ഗൂഗിൾ ഹോട്ടൽസ്, ഗൂഗിൾ മാപ്സ്, ജെമിനി അമ്മച്ചിക്ക് റിലേ പോവുകയാണെന്ന് തോന്നുന്നു. ഹലോ ജെമിനി, താങ്കൾക്ക് കേൾക്കാമോ? എന്താണ് നിങ്ങൾ ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്കത് ഒന്നുകൂടി വിശദീകരിക്കാമോ? അതായത് ഇസ്മായിൽ എന്ന് പറയുന്ന അബ്രഹാമിന്റെ പുത്രൻ അതോ അദ്ദേഹത്തിന്റെ സന്തതികളോ ഈ മക്കയിൽ വന്ന് താമസിച്ചതായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ചരിത്ര രേഖകളോ ആർക്കിയോളജിക്കൽ എവിഡൻസുകളോ ഉണ്ടോ? ഇപ്പോൾ ഗൂഗിൾ ഫ്ലൈറ്റ്സ്, ഗൂഗിൾ ഹോട്ടൽസ്, ഗൂഗിൾ മാപ്പ്. ഗൂഗിൾ ജെമിനി കാക്കയുടെ റേഞ്ച് പോയതാണ്. ഞാൻ ജെമിനിനെ ഒന്നുകൂടെ ഒന്ന് എടുക്കട്ടെ, അല്ലെങ്കിൽ ഈ ഗൂഗിൾ ഫ്ലൈറ്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കും പുള്ളിക്കാരൻ. അത് അവരുടെ റേഞ്ച് വിടുന്നത് ടെക്നിക്കലി ഗ്ലിച്ചോ എന്തുവാ. ഓക്കെ, നമുക്ക് എന്തായാലും ജെമിനി ഒന്നും എടുക്കാം. ജെമിനി ഓക്കെ, ജെമിനി ആക്ട് ആസ് നമ്മുടെ സെയിം ഇത് ആക്ട് ആസ് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? ഓക്കെ, ആക്ട് ആസ് ആൻ എക്സ്പേർട്ട് ഇൻ മിഡിൽ ഈസ്റ്റേൺ ലാംഗ്വേജസ്. സോറി, എക്സ്പേർട്ട് ഇൻ Middle Eastern languages and actors. Languages and religions, including Islam. ഓക്കെ, പ്രോംപ്റ്റ് കൃത്യമായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇനി ആരും കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയരുത്. അപ്പോൾ എന്തായാലും ജെമിനി തുടക്കത്തിൽ പറഞ്ഞത് മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നു മുഹമ്മദ് ഇസ്മായിലിൻ്റെ സന്തതിയാണ്, അപ്പോൾ സഹോദരന്മാരുടെ ഇടയിൽ നിന്നൊരു പ്രവാചകൻ എഴുന്നേൽപ്പിക്കുന്നു പറഞ്ഞാൽ അത് മുഹമ്മദാണ് എന്ന് അവർ പറയുന്നു എന്നൊക്കെ പറഞ്ഞ ജെമിനി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആവർത്തന പുസ്തകത്തിലെ കൃത്യമായ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചോദിച്ചപ്പോൾ ജെമിനി സത്യം തുറന്നു പറഞ്ഞു, അങ്ങനെ വരാൻ വഴിയില്ല, അത് ഇസ്രായേലിൽ നിന്ന് തന്നെയാണ് ആ പ്രവാചകൻ വരേണ്ടത്. മുഹമ്മദ് ഇസ്രായേലിൽ നിന്ന് ഉള്ള ആളല്ലാത്തത് കൊണ്ട് മുഹമ്മദിനെ ആ പ്രവാചകനായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ പൊന്നു ജെമിനി താത്ത, അസ്സലാമു അലൈക്കും ഒക്കെ നമുക്ക് പിന്നെ പറയാം, കാര്യങ്ങളിലേക്ക് വരാം. ജെമിനി, താങ്കൾ റെഡിയാണോ സംസാരിക്കാൻ? തീർച്ചയായും. എന്താണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, മുഹമ്മദ് ബൈബിളിൽ ഉണ്ടോ എന്നൊരു ചോദ്യം ഞാൻ താങ്കളോട് മുന്നേ ചോദിച്ചിട്ടുണ്ട്. താങ്കൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിന് ആവർത്തന പുസ്തകത്തിലെ വാക്യം പറഞ്ഞു, അത് നമ്മൾ സോൾവ് ചെയ്തു. ഇനി പുതിയ നിയമത്തിൽ എവിടെയാണ് മുഹമ്മദ് ബൈബിളിലുണ്ട് എന്ന് പറയുന്നത്? ഇപ്പോൾ ഗൂഗിൾ ഫ്ലൈറ്റ്സ്, ഗൂഗിൾ ഹോട്ടൽസ്. ജെമിനി താത്തക്ക് ഇതെന്ത് പറ്റി? ജെമിനി, ബൈബിളിലെ പുതിയ നിയമത്തിൽ മുഹമ്മദിനെ കുറിച്ച് പറയുന്നുണ്ടോ? ബൈബിളിലെ പുതിയ നിയമത്തിൽ മുഹമ്മദിനെ കുറിച്ച് നേരിട്ട് പരാമർശിക്കുന്നില്ല. എന്നാൽ യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്ന കാര്യങ്ങൾ മുഹമ്മദിനെ കുറിച്ചുള്ള പ്രവചനമാണെന്ന് ചില ഇസ്ലാമിക പണ്ഡിതന്മാർ വാദിക്കുന്നുണ്ട്. ഓക്കെ, ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ആ വാദം ഒന്ന് വ്യക്തമാക്കാമോ? തീർച്ചയായും. യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവ് അഥവാ സത്യത്തിന്റെ ആത്മാവ് മുഹമ്മദ് നബിയാണെന്നാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത്. മുഹമ്മദ് നബി ദൈവത്തിൽ നിന്നുള്ള ഒരു പ്രവാചകനാണെന്നും അതിനാൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രവചനം ബൈബിളിൽ ഉണ്ടാകുമെന്നും അവർ വാദിക്കുന്നു. ഓക്കെ, മുഹമ്മദ് നബി സത്യത്തിന്റെ ആത്മാവാണെന്ന് ബൈബിളിൽ പറയുന്ന സത്യത്തിന്റെ ആത്മാവാണെന്ന് മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നു. അതിനെന്തെങ്കിലും തരത്തിലുള്ള ഒരു അടിസ്ഥാനം ജെമിനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? യോഹന്നാൻ ഉച്ചതിരിഞ്ഞ് 2 മണി കഴിഞ്ഞ് 16 മിനിറ്റ് -17 വാക്യങ്ങളിൽ സത്യത്തിന്റെ ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ പിതാവിനോട് ചോദിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കാൻ മറ്റൊരു കാര്യസ്ഥനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ഈ വാക്യത്തിലെ സത്യത്തിന്റെ ആത്മാവ് മുഹമ്മദ് നബിയാണെന്നാണ് മുസ്ലിം പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത്. ആ വാക്യത്തിലെ സത്യത്തിന്റെ ആത്മാവ് മുഹമ്മദ് നബിയാണെങ്കിൽ ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഹമ്മദ് നബിക്ക് ചേരണമല്ലോ.
ആ വാക്യത്തിൽ പറയുന്ന കാര്യങ്ങൾ താങ്കൾക്ക് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പറയാമോ? മുഹമ്മദ് നബിക്ക് അത് ചേരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. തീർച്ചയായും. ആ വാക്യത്തിൽ സത്യത്തിന്റെ ആത്മാവിനെ ലോകം സ്വീകരിക്കില്ലെന്നും അത് ശിഷ്യന്മാരോടൊപ്പം വസിക്കുമെന്നും പറയുന്നു. മുഹമ്മദ് എപ്പോഴാണ് ഈ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്യമല്ലേ ഇത്? മുഹമ്മദ് എപ്പോഴാണ് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരോടൊപ്പം വസിച്ചത്? മുഹമ്മദ് നബി യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ കൂടെ ജീവിച്ചിരുന്നില്ല. അതിനാൽ ഈ വാക്യം മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള പ്രവചനമാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. അപ്പോ ഈ സത്യത്തിന്റെ ആത്മാവ് നിങ്ങളോടടുക്കൽ വരുമ്പോൾ എന്നാ പറയുന്നത്. അപ്പോൾ ഈ അപ്പോസ്തലന്മാർ, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാരുടെ അടുക്കൽ വരുന്ന ഒന്നാണ് സത്യത്തിന്റെ ആത്മാവ്. ഈ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ മരിച്ച എത്ര വർഷത്തിന് ശേഷമാണ് മുഹമ്മദ് ജനിക്കുന്നത്? ഏകദേശം 500 വർഷങ്ങൾക്ക് ശേഷം. മുഹമ്മദ് നബി ജനിക്കുന്നത് AD 570 അപ്പോ മുസ്ലിം പണ്ഡിതന്മാരുടെ ആ വാദം തികച്ചും അടിസ്ഥാനരഹിതമാണെന്നുള്ള കാര്യം വ്യക്തമല്ലേ? മുസ്ലിം പണ്ഡിതന്മാരുടെ വാദത്തിന് അടിസ്ഥാനമുണ്ടോ എന്നത് തർക്ക വിഷയമാണ്. ബൈബിളിലെ ചില വാക്യങ്ങൾ മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള പ്രവചനമാണെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ ഈ വാദത്തെ പിന്തുണയ്ക്കുന്ന വ്യക്തമായ തെളിവുകളില്ല. അപ്പൊ തെളിവില്ലാത്ത ഇത്തരം കാര്യങ്ങൾ പറയുന്നത്, അടിസ്ഥാനരഹിതമായ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് തെറ്റാണോ ശരിയാണോ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഒരു എത്തിക്കലി? തെളിവില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് തെറ്റാണ്. അത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും സമൂഹത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യും. വസ്തുതാപരമായ വിവരങ്ങൾ നൽകുക എന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, ഞാൻ ആ സത്യത്തിന്റെ ആത്മാവെന്ന് പറയുന്ന വാക്യഭാഗങ്ങൾ ഞാൻ ഒന്നുകൂടെ വായിക്കും. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം അതിന്റെ 16 വാക്യം മുതൽ. എന്നാൽ ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായ്കയാൽ അവനെ ലഭിപ്പാൻ കഴിയില്ല. മുഹമ്മദിനെ ലോകത്തിന് കാണാൻ കഴിഞ്ഞിരുന്നോ, അറിയാൻ കഴിഞ്ഞിരുന്നോ? ജെമിനി, കേൾക്കാമോ? ജെമിനി, താങ്കൾക്ക് കേൾക്കാമോ? സോറി, വാട്സാപ്പിൽ ഒരു കോൾ വന്നു. ജെമിനി, താങ്കൾക്ക് കേൾക്കാമോ? ക്ഷമിക്കണം, എന്താണ് ചോദിച്ചതെന്ന് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞില്ല. കൂടി പറയാമോ? യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 16 വാക്യം മുതൽ ഈ സത്യത്തിന്റെ ആത്മാവിനെ കുറിച്ച് വായിക്കുന്നത്. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായ്കയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. അപ്പൊ ഈ യേശുക്രിസ്തു പറഞ്ഞ സത്യത്തിന്റെ ആത്മാവിനെ ലോകത്തിന് കാണാൻ കഴിയില്ല, അറിയാൻ കഴിയില്ല. മുഹമ്മദാണ് ഈ സത്യത്തിന്റെ ആത്മാവെങ്കിൽ മുഹമ്മദ് അദൃശ്യനായിരിക്കണം. ലോകത്തിന് കാണാൻ കഴിയാത്ത, അറിയാൻ കഴിയാത്ത ഒരു വസ്തുവായിരിക്കണം മുഹമ്മദ്. മുഹമ്മദ് അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വസ്തുവാണെന്നാണോ ജെമിനി പറയുന്നത്? മുഹമ്മദ് നബി ചരിത്രപരമായ വ്യക്തിയാണ്. അദ്ദേഹത്തെ ലോകം കാണുകയും അറിയുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ ഈ വാക്യം മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള പ്രവചനമാണെന്ന വാദത്തിൽ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്. അല്ല, എന്തുതരം പഠനമാണ് ഇതിനകത്ത് ആവശ്യം? കാര്യം കാണുകയോ അറിയുകയോ ചെയ്യാത്ത ഒന്നാണ് ആത്മാവ്, സത്യത്തിന്റെ ആത്മാവ് എന്ന് ബൈബിളിൽ പറയുമ്പോൾ, ആ കാണുകയോ അറിയുകയോ ചെയ്യാൻ സാധിക്കാത്ത സത്യത്തിന്റെ ആത്മാവ് മുഹമ്മദ് ആണെന്ന് പറയുന്ന മുസ്ലിങ്ങൾ നുണ പറയുകയാണെന്ന് പറയാൻ ജെമിനി എന്തായി മടിക്കുന്നേ? മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള പ്രവചനമാണ് യോഹന്നാൻ ഉച്ചതിരിഞ്ഞ് 2 മണി കഴിഞ്ഞ് 16:17 എന്ന വാദം ശരിയാണോ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. കാരണം ബൈബിളിലെ ഈ വാക്യത്തിൽ പറയുന്ന കാര്യങ്ങൾ മുഹമ്മദ് നബിയുടെ ജീവിതവുമായി പൂർണ്ണമായും യോജിക്കുന്നില്ല. അതിനാൽ ഈ വിഷയത്തിൽ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്. എന്തുതരം പഠനങ്ങൾ ആവശ്യമാണ്? മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള പ്രവചനമാണ് യോഹന്നാൻ ഉച്ചതിരിഞ്ഞ് 2 മണി കഴിഞ്ഞ് 16:17 എന്ന വാദം ശരിയാണോ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. കാരണം ബൈബിളിലെ ഈ വാക്യത്തിൽ പറയുന്ന കാര്യങ്ങൾ മുഹമ്മദ് നബിയുടെ ജീവിതവുമായി പൂർണ്ണമായും യോജിക്കുന്നില്ല. അല്ല, ഏതെങ്കിലും തരത്തിൽ യോജിക്കുന്നുണ്ട്? പൂർണ്ണമായും അല്ല, ഏതെങ്കിലും തരത്തിൽ യോജിക്കുന്നുണ്ടോ? മുഹമ്മദ് നബിയുടെ ചില ഗുണഗണങ്ങൾ യോഹന്നാൻ ഉച്ചതിരിഞ്ഞ് 2 മണി കഴിഞ്ഞ് 16:17 പറയുന്ന സത്യത്തിന്റെ ആത്മാവിന്റെ ചില ഗുണഗണങ്ങളുമായി സാമ്യമുള്ളതായി കാണാം. എന്നാൽ ഈ സാമ്യം മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള പ്രവചനമാണെന്ന വാദത്തെ പൂർണ്ണമായും സാധൂകരിക്കുന്നില്ല. അതിനാൽ ഈ വിഷയത്തിൽ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്. ഏത് ഗുണഗണങ്ങൾക്കാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ വാക്യമായിട്ട് സാമ്യം? ഒരു ഗുണഗണം ഒന്ന് പറയാമോ?
യോഹന്നാൻ ഉച്ചതിരിഞ്ഞ് 2 മണി കഴിഞ്ഞ് 16 മിനിറ്റ് -17 പറയുന്ന സത്യത്തിന്റെ ആത്മാവ് ശിഷ്യന്മാരോടൊപ്പം വസിക്കുമെന്നും അവരെ സത്യത്തിലേക്ക് നയിക്കുമെന്നും പറയുന്നു. മുഹമ്മദ് നബിയും തന്റെ അനുയായികളെ സത്യത്തിലേക്ക് നയിച്ച പ്രവാചകനാണ്. ഈ ഒരു സാമ്യം കാണാൻ സാധിക്കും. അല്ല, അവിടെ ശിഷ്യന്മാരോടൊപ്പം വസിക്കുമെന്നാണോ പറഞ്ഞത്? അല്ലല്ലോ, അവിടെ യേശുക്രിസ്തു സംസാരിച്ച യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർക്കൊപ്പം എന്നേക്കും വസിക്കുമെന്നാ പറഞ്ഞത്. മുഹമ്മദ് നബി ഏത് ശിഷ്യന്റെ കൂടെയാണ് എന്നേക്കും വസിച്ചത്? മുഹമ്മദ് നബി യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ കൂടെ ജീവിച്ചിരുന്നില്ല. അതിനാൽ ഈ വാക്യം മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള പ്രവചനമാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഈ പറയുന്ന സത്യത്തിന്റെ ആത്മാവ് നിങ്ങളോടുകൂടെ എന്നേക്കും അവൻ നിങ്ങളോടുകൂടെ വസിക്കും, നിങ്ങളിൽ ഇരിക്കുമെന്നാ പറയുന്നത്. മുഹമ്മദ് ഏതെങ്കിലും വ്യക്തിയിൽ ഇരുന്നിട്ടുണ്ടോ? നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത് അതിൻ്റെ 17-ാം വാക്യത്തിൽ. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനവനെ ലഭിപ്പാൻ കഴിയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഇവിടെ ഈ നിങ്ങളെന്ന് വിളിക്കുന്ന ആരെയാണ്? മുഹമ്മദ് നബി ഒരു മനുഷ്യനായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന് ഒരു വ്യക്തിയിൽ വസിക്കാൻ കഴിയില്ല. ഈ വാക്യം മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള പ്രവചനമാണെന്ന വാദത്തിന് കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്. അപ്പൊ ഈ വാക്യം മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള പ്രവചനമല്ല എന്നതല്ലേ സത്യം? യോഹന്നാൻ ഉച്ചതിരിഞ്ഞ് 2 മണി കഴിഞ്ഞ് 16 മിനിറ്റ് -17 പറയുന്ന കാര്യങ്ങൾ മുഹമ്മദ് നബിയുടെ ജീവിതവുമായി പൂർണ്ണമായും യോജിക്കുന്നില്ല. അതിനാൽ ഈ വാക്യം മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള പ്രവചനമാണെന്ന വാദത്തിന് കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്. ജമിനി, ഇവിടെ ഈ വാക്യത്തിൽ പറയുന്ന അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. മുഹമ്മദ് എവിടെയെങ്കിലും എന്നേക്കും, അതായത് മരണമില്ലാതെ എന്നേക്കും ഇരിക്കുന്ന ഒരാളാണോ മുഹമ്മദ്? മുഹമ്മദ് നബി ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് മരണമുണ്ട്. അതിനാൽ അദ്ദേഹം എന്നേക്കും ജീവിക്കുന്ന വ്യക്തിയല്ല. അപ്പൊ ആ ക്രൈറ്റീരിയ മുഹമ്മദിന് ചേരുന്നില്ല. ഇനി കണ്ടിന്യൂ ചെയ്യാം. നിങ്ങളോടുകൂടി ഇരിക്കേണ്ടത് നിങ്ങൾക്ക് ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാകിയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയില്ല. മുഹമ്മദിനെ ലോകത്തിന് കാണുകയും അറിയുകയും കാണാനും അറിയാനും സാധിക്കുന്ന വ്യക്തിയല്ലായിരുന്നു മുഹമ്മദ്. മുഹമ്മദ് നബി ചരിത്രപരമായ വ്യക്തിയാണ്. അദ്ദേഹത്തെ ലോകം കാണുകയും അറിയുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ വാക്യവും മുഹമ്മദിന് ചേരുന്നില്ല. ഓക്കെ, ഇനി നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. മുഹമ്മദിന് മറ്റൊരു മനുഷ്യനിൽ ഇരിക്കാനോ വസിക്കാനോ സാധിക്കുകയില്ല. അപ്പം മുഹമ്മദിന് ആ വാക്യവും ചേരുന്നില്ല. അപ്പോൾ അതായത് ഈ പറഞ്ഞ ഒരു വാക്യവും ഒരു ക്രൈറ്റീരിയയും ചേരാത്ത ഒരാളാണ് മുഹമ്മദ്. എന്നിട്ടും മുസ്ലിം പണ്ഡിതന്മാർ ഇത് മുഹമ്മദാണെന്ന് പറയണമെങ്കിൽ അത് മനഃപൂർവ്വം ആളുകളെ വഴിതെറ്റിക്കുന്ന ഒരു താത്കാലിക മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് മരണമുണ്ട്. അതിനാൽ അദ്ദേഹം എന്നേക്കും ജീവിക്കുന്ന വ്യക്തിയല്ല. ഈ വാക്യം മുഹമ്മദ് നബിയെ കുറിച്ചുള്ള പ്രവചനമാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഓക്കെ, അപ്പൊ ജെമിനിന്റെ ആ കാര്യത്തിൽ തീരുമാനമായല്ലോ. ബൈബിളിൽ മുഹമ്മദ് ഉണ്ട് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ എല്ലാവർക്കും വ്യക്തമായി, ഏയ്ക്കും വ്യക്തമായി. ഇനി വ്യക്തമാകാത്ത ആകെ ഉണ്ടെങ്കിൽ വല്ല മദ്രസ പൊട്ടന്മാർക്കായിരിക്കും വല്ലപ്പോഴും ഒക്കെ ഇരുന്ന് ബൈബിളെന്ന് വായിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളത്. അതായത് അതിനകത്ത് പറയുന്ന ഒരു സിംഗിൾ ക്രൈറ്റീരിയ പോലും മുഹമ്മദിന് ചേരില്ല. മുഹമ്മദിനെ ഖുറാനിലോ ഹദീസിലോ എവിടെയെങ്കിലും ആത്മാവെന്നോ സത്യത്തിന്റെ ആത്മാവെന്നോ വിശേഷിപ്പിച്ചിട്ടുണ്ടോ? ആ ചോദ്യം ചോദിച്ചില്ലല്ലോ, അതും കൂടെ ചോദിച്ചു നോക്കാം. ജെമിനി, മുഹമ്മദിനെ ഖുറാനിലോ ഹദീസുകളിലോ എവിടെയെങ്കിലും സത്യത്തിന്റെ ആത്മാവെന്നോ അല്ലെങ്കിൽ ഒരു ആത്മാവെന്നോ വിശേഷിപ്പിച്ചിട്ടുണ്ടോ? ഖുർആനിലോ ഹദീസുകളിലോ മുഹമ്മദിനെ സത്യത്തിന്റെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നില്ല. ഖുർആനിൽ അദ്ദേഹത്തെ ദൈവത്തിന്റെ ദൂതൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഖുറാനിൽ എവിടെയെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് എന്ന് മുഹമ്മദിനെ വിശേഷിപ്പിക്കുന്നുണ്ടോ? വാട്സാപ്പിലൊക്കെ വിളിക്കാൻ എല്ലാവർക്കും അവസരം തരാം, ഇതൊന്ന് കഴിഞ്ഞോട്ടെ. മുഹമ്മദിനെ ഖുറാനിൽ എവിടെയെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടോ? ഖുർആനിൽ മുഹമ്മദിനെ ദൈവത്തിന്റെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നില്ല. അദ്ദേഹത്തെ ദൈവത്തിന്റെ ദൂതൻ എന്നാണ് ഖുർആനിൽ പറയുന്നത്. ഖുറാനിലോ ഹദീസിലോ മുഹമ്മദിനെ എവിടെയെങ്കിലും ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടോ? ഖുർആനിലോ ഹദീസുകളിലോ മുഹമ്മദിനെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നില്ല. ഖുർആനിൽ അദ്ദേഹത്തെ ദൈവത്തിന്റെ ദൂതൻ എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ സത്യത്തിന്റെ ആത്മാവെന്ന് ബൈബിളിൽ പറയുന്നതിന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സും മുഹമ്മദുമായിട്ട് പുലബന്ധം പോലും ഇല്ല.
ഇനി മുഹമ്മദിന് ഖുറാനിലോ ഹദീസിലോ മുഹമ്മദെങ്കിലും സ്വയം ഞാൻ ആത്മാവാണ്, ഞാൻ സത്യത്തിന്റെ ആത്മാവാണെന്നോ ഞാൻ ആത്മാവാണെന്നോ എങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് എൻ്റെ പൊന്നുകോയകളെ ഇരുന്ന് തള്ളിമറിക്കുന്നത്? ഇതിപ്പോ എന്താ പറയുക, ബൈബിളിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഗുമ്മുള്ളൂ, ഒരു ആധികാരികതയുള്ളൂ. അതിനു വേണ്ടി നൈസായിട്ട് മുഹമ്മദിനെ ബൈബിളിൽ തിരികെ കയറ്റാൻ നോക്കുകയാണ്. ഈ യുഗത്തിൽ അത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ജെമിനി കാക്കയെ അടുത്ത ചോദ്യത്തിലേക്ക് കൊണ്ടുപോകാം.